മോനെ ഇത് കറക്റ്റായിരിക്കും നോക്കിയേ. കണക്കല്ലേ ഇഷ്ടപ്പെട്ടിനാ? ഉമ്മ എനിക്ക് ഈ ചെരുപ്പ് വേണ്ട, മൊക്ക ആ ഷൂ മതി. ഏത് ഷൂ? അതായത് ആ ഷൂവിന് എത്രയാ? ഈ ഷൂ ആണോ? ആ ഇതിന് 2000 ആണ്. അത് വേണ്ട മോനെ, അതിന് വലിയ പൈസയാ. നിങ്ങൾ വേറെ കാണിച്ചു തരുവാ? ഉമ്മ പ്ലീസ് ഉമ്മ, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിന്. മോനെ നീ വാശി പിടിക്കല്ലേ. വില കുറഞ്ഞ വേറെ ചെരുപ്പ് നല്ലത് കാണിക്കറ. മോന് ഇഷ്ടപ്പെട്ട ഷൂവിന് മേടിച്ചു കൊടുത്തൂടെ? അത് കുറച്ച് കോസ്റ്റ്ലി അല്ലേ, അത് വേണ്ട, വേറെ നോക്കാം. നിങ്ങൾ ഏകദേശം ഏത് റേഞ്ചിലുള്ള ഷൂ ആണ് നോക്കുന്നത്? അത് 1000 ഉറുപ്പിക്കുള്ളിലുള്ളത് മതി. ശരി, കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ആ ഷൂ തന്നെ ഞാൻ 1000 രൂപയ്ക്ക് തരാം. 1000 ഉറുപ്പിക്കാ? അതെ, 2000 രൂപ വിലയുള്ള ആ ഷൂ ഞാൻ 1000 രൂപയ്ക്ക് തരാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാനൊരു ചോദ്യം ചോദിക്കും മോനോട്, മോൻ അതിന് കറക്റ്റായിട്ട് ഉത്തരം പറയണം. എന്ത് ചോദ്യം? കുട്ടിക്ക് എത്രമാത്രം ശ്രദ്ധയുണ്ടെന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ. മോന് ഇഷ്ടപ്പെട്ട ഷൂ അല്ലേ, ആ ഷൂവിനെ പറ്റിയിട്ട് തന്നെ ഞാനൊരു ചോദ്യം ചോദിക്കാം. ഇർഫാനെ, നീ ചോദ്യത്തിന് ഉത്തരം പറയാ? നിങ്ങൾ ചോദിച്ചോ. മോനെ, നിനക്ക് ഇഷ്ടപ്പെട്ട ആ ഷൂവിന്റെ ലേസിന്റെ കളർ എന്താ? ബ്ലാക്ക്. തെറ്റിപ്പോയി മോനെ, ഈ ഷൂ ലേസിന്റെ കളർ ഗ്രേ ആണ്. കുഴപ്പമില്ല, നിങ്ങൾ വേറെ ഷൂ കാണിച്ചാന്നേ. സാരമില്ല, നിങ്ങൾ ഈ ഷൂ തന്നെ 1000 രൂപയ്ക്ക് എടുത്തോ. അതിനോന് ഉത്തരം തെറ്റിച്ചല്ലേ പറഞ്ഞേ? അവൻ ശ്രമിച്ചല്ലോ. പല കുട്ടികളും ഉത്തരം പറയാൻ ശ്രമിക്കുക പോലും ഇല്ല. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ശരിയാക്കിയാൽ മതി. സൽഫോ, ഈ ഷൂ ഒന്ന് പേക്ക് നിർത്ത്. ഇങ്ങനെ തരുമ്പോ നിങ്ങൾക്ക് നഷ്ടം വരൂലേ? ഇവന് ഉത്തരം പറയാൻ ശ്രമിച്ചല്ലോ. അധികം കുട്ടികൾ ഉത്തരം പറയൂല, അതിന് ശ്രമിക്കുകയില്ല. അങ്ങനെ ശ്രമിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ ഒരു അംഗീകാരം കൊടുക്കണം. എന്തായാലും ഒരു പ്രോത്സാഹനം ഇവനക്ക് ആവശ്യമാണ്. ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കുട്ടികൾക്ക് കിട്ടുമ്പോൾ ഒരു ആത്മവിശ്വാസം വർദ്ധിക്കുക. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ശ്രദ്ധിക്കണേടാ. ബൈ.